അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിൻ്റെ 40-ാമത്തെ ആയത്തിൽ കടന്നു വരുന്നൊരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ചുരുങ്ങിയ ചില വാക്കുകൾ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടത് എന്നോടെന്ന പോലെ നിങ്ങളായിട്ട് ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സൂറത്ത് നംല്, ഉറുമ്പ് എന്നുള്ള പേരിലുള്ള അധ്യായം, ശ്രദ്ധേയമായിട്ടുള്ള അധ്യായം, പ്രധാനമായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ആ സൂറത്തിൻ്റെ ഹൈലൈറ്റ്. ആ ഒരു സംഭാഷണത്തിൽ നിന്നാണ് ആ ഒരു സൂറത്തിന് ആ ഒരു പേര്. അപ്പോൾ അതുമായിട്ട് ഉറുമ്പുകളായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പരിശോധിക്കുന്ന ഇടയിലാണ് ഈ ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം, ഉറുമ്പ് എന്നുള്ള ആ ഒരു ജീവിയെ പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യുന്നതിലുള്ള ചില കാരണം ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഉറുമ്പ് നമ്മളെപ്പോലെ മനുഷ്യന് വളരെ സമാനമായിട്ട് ഒരു സാമൂഹിക ജീവിതം നയിക്കുന്ന ചില ജീവികളാണ്. നിരവധി പാഠങ്ങളാണ് മനുഷ്യന് ഉറുമ്പുകൾ നൽകുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സിംഹാസനം എത്തിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയാണ്. ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കും. 39-ാമത്തെ ആയത്തിൽ ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ആ ജിന്നുകളിൽ ശക്തനായിട്ടുള്ള ഇഫ്രീത്ത് ആ സിംഹാസനം കൊണ്ടുവരുമെന്ന് പറയുന്നു. അതിനുശേഷം 40-ാമത്തെ ആയത്തിനിടയിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ അനുഗ്രഹമാണിത്, ലി യബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കോ അതല്ലെങ്കിൽ നന്ദികേട് കാണിക്കോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണിത്. ഇതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്ക്. അതാണ് നമ്മുടെ ഈ ഒരു സംസാരത്തിൻ്റെ ഹൈലൈറ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി അനുഗ്രഹങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം മറ്റ് ഒരു പ്രവാചകന് നൽകാത്ത രൂപത്തിൽ, മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള അധികാര ഒരു പരിധി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. ആധിപത്യം, അതുപോലെ തന്നെ ജീവജാലങ്ങളെ കീഴടക്കി കൊടുത്തു, കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു, ജിന്നുകളെ ഇതേ രൂപത്തിൽ നിരവധി, ഇതെല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അത് ഞാൻ നന്ദി കാണിക്കോ നന്ദികേട് കാണിക്കോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണെന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ സംബന്ധിച്ചാണ് പരീക്ഷണമായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി. അതിൻ്റെ ലക്ഷ്യമായിട്ട് തന്നെ സൂറത്തുൽ ഇൻസാൻ എന്നുള്ളൊരു അധ്യായം, മനുഷ്യൻ എന്നുള്ള പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ആ ഒരു അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഇന്നാ ഹദൈന ഉസ്സബീല ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ, അവനൊരു വഴി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവൻ ഒന്നുകിൽ നന്ദി കാണിക്കുക അതല്ലെങ്കിൽ നന്ദികേട് കാണിക്കുക. ആ രൂപത്തിൽ 2 ഓപ്ഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതന്ത്രമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ആ രൂപത്തിൽ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് പലപ്പോഴും പരീക്ഷണമായിട്ട് കാണാറുള്ളത്. ഇപ്പോൾ രോഗമുള്ള ഒരാളെ നോക്കി നമ്മൾ പറയാറുണ്ട്, വല്ലാത്തൊരു പരീക്ഷണമാണ്, നിങ്ങൾ ക്ഷമിക്കുക, ആ രൂപത്തിൽ നമ്മൾ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ആരോഗ്യമുള്ള ഒരാളെ നോക്കി നമ്മൾ പറയാറില്ല അയാൾ ആ രൂപത്തിൽ ഇതൊരു പരീക്ഷണമാണെന്ന് അയാൾ ചിന്തിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യമുള്ള ഒരവസ്ഥ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇപ്പോൾ പറയാറുണ്ട്, ആരോഗ്യമുള്ള ഒരാളുടെ തലയിലുള്ള ഒരു കിരീടം അത് രോഗിക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളത്. അത്രയും വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. ലഭിക്കുന്ന ആരോഗ്യവും ഒരു പരീക്ഷണമാണ്. അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന സമ്പത്തും, ദരിദ്രനെ നോക്കി നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണെന്ന് പറയുന്ന സമയത്ത് അതേ രൂപത്തിൽ സമ്പത്തും ധനികനും അത് ഏറ്റവും വലിയൊരു പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സാഹചര്യങ്ങളെല്ലാം മൊത്തത്തിലൊരു പരീക്ഷണമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാൻ്റെ 20-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വജഅൽനാ ബഅളക്കും ലി ബഅളിൻ ഫിത്ന, അപ്പോൾ നിങ്ങളിൽ ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടർക്ക് പരീക്ഷണമാക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് ധനികൻ പരീക്ഷണമാകുന്നത് പോലെ തിരിച്ചും ആ രൂപത്തിലാണ്. മൊത്തത്തിൽ ഒരു പരീക്ഷണമാണ്. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ വ്യത്യസ്ത തട്ടുകളിലായിട്ട് ആളുകളെ വെച്ചു. എന്തിന്? ലി യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഒരാളെ സമ്പത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് നൽകിയ ആൾ അവിടെ കണക്ക് പറയേണ്ടി വരും. അതേ സമയത്ത് ആ സമ്പത്ത് ഇല്ലാത്തത് കാരണം അനുഭവിച്ച ആൾക്ക്
അതിന് അയാൾ അവിടെ ക്ഷമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് അയാൾക്ക് തിരിച്ചു ലഭിക്കുക എന്നുള്ള ഈ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സംവിധാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ലോകത്തുള്ള മുഴുവൻ ആളുകളും 4 സ്റ്റേജുകളിലായിരിക്കും, 4 ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങൾ നിലകൊള്ളുന്നത്. ആ 4 സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ് എന്നുള്ളത് നിഅമത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ടാവും. അപ്പോൾ ഈ 4 സ്റ്റേജിനും ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം ഉണ്ട്. അപ്പോൾ നിഅമത്താണ് നിങ്ങൾ ആസ്വദിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ നൽകേണ്ട പ്രതികരണം ശുക്റാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് പ്രയാസങ്ങളാണ്, അല്ലെങ്കിൽ ചില നിരവധി ആളുകൾ കഷ്ടപ്പാടിലൂടെ അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെ നടന്നു പോകുന്നുണ്ടാകും. അതിന് നൽകേണ്ട പ്രതികരണം സ്വബറാണ്, ക്ഷമയാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ച ആളുകൾ, അവരതിന് നൽകേണ്ട പ്രതികരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഒരു തൗഫീക്കിന് അതിന് നന്ദിയുള്ളവരായിട്ട്, അത് മാക്സിമം ഉപയോഗപ്പെടുത്തി നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. നാലാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് ആ സന്മാർഗ്ഗം ലഭിക്കാതെ ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നൽകേണ്ട പ്രതികരണം ആ തൗബയാണ്, പശ്ചാത്താപമാണ്. അപ്പോൾ ഈ 4 സ്റ്റേജുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ലോകത്തുള്ള സർവ്വ മനുഷ്യരും. ആ 4 സ്റ്റേജിനും ഒരു പ്രതികരണം ഉണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ അനുഗ്രഹങ്ങൾ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വ മനുഷ്യർക്കും, യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ ആ അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രയേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ള. പലപ്പോഴും പല നിഅമത്തുകളെയും നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ള. ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തന്നെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ആ രൂപത്തിൽ തന്നെ നൽകുക എന്നുള്ള. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ ഒരു നിഅമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് മറ്റുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ കാണാതെ പോകണം. ഒരു ടണൽ വിഷൻ, അതായത് ഒരു കുഴലിലൂടെ നോക്കുന്ന രൂപത്തിലായിരിക്കും. ഒരു കാര്യം മാത്രം കാണുന്നു, മറ്റുള്ളതൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളുടെ പ്രിപ്പറേഷൻ അതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഫോക്കസ് അതിന് മാത്രമാകും. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി ആ സമയം ചെലവഴിക്കുന്ന സന്ദർഭത്തിലെല്ലാം നിങ്ങളുടെ കൂടെയുള്ള നിരവധി അനുഗ്രഹങ്ങളെല്ലാം അതെല്ലാം ഒരു എക്സ്പയറി ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ള മാതാപിതാക്കൾ, അവർ പ്രായമാകുന്നുണ്ട്, അവർ മരണത്തോട് അടുക്കുന്നുണ്ട്, മക്കൾ അതിനോടൊപ്പം വളരുന്നുണ്ട്. ഇതേ രൂപത്തിലുള്ള നിരവധി അനുഗ്രഹങ്ങളെല്ലാം എക്സ്പയറി ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അയാൾ കാണുന്നില്ല, അയാൾ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഒരു തടസ്സം, അതല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു ഫെയിലിയർ, ഒരു തടസ്സം നിങ്ങൾക്ക് വരും. പിന്നീട് നിങ്ങൾ അതിൽ നിന്നൊരു ഫോക്കസ് മാറ്റി നിങ്ങളൊരു പക്ഷേ ആ ഒരു കാരണം നിങ്ങൾ ചുറ്റിലേക്ക് നോക്കാൻ തുടങ്ങും. അപ്പോൾ ആയിരിക്കും ഇത്രയും കാലം കാണാത്ത പലതും നിങ്ങൾ കാണാൻ തുടങ്ങുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയ ഒരു വലിയ പ്രതിസന്ധി, കൊറോണ. അത് വന്ന സമയത്ത് തിരക്ക് പിടിച്ച ജീവിതം ഉള്ള പല ആളുകളും വീട്ടിലിരിക്കേണ്ടി വന്നു. അത്രയും കാലം കാണാത്ത പലതും അവർ ആ സന്ദർഭത്തിൽ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പലതും അവർക്ക് അത് കാരണം കാണാൻ സാധിച്ചു എന്നുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്ത് ഇതേ രൂപത്തിൽ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട് പലതിലും. അത് നിങ്ങളുടെ ഫോക്കസ് മാറ്റാൻ, അല്ലെങ്കിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള. അപ്പോൾ നമ്മൾ പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ട്, റൂമിയുടെ ഒരു കോട്ട് പറയാറുണ്ട്, വഴികളെ സംബന്ധിച്ച് മുയലുകളേക്കാൾ പറയാനുണ്ടാവുക ആമകൾക്കാണെന്ന് പറയാറുണ്ട്. അതായത് ആ രൂപത്തിൽ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലതും നമ്മൾ കാണാതെ പല അനുഗ്രഹങ്ങളും നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്ന് ജീവിക്കുന്ന ചില ആളുകൾ, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം പിൻവലിക്കും. വളരെ ആർഭാടത്തോടുകൂടെ ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമാകുന്ന അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കും. അതോടുകൂടെ അയാൾ രോഗിയാകും. ആ രോഗം വരുന്ന സമയത്താകും ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അയാൾക്കൊന്ന് റീകണക്ട് ചെയ്യാൻ ആ ഒരു രോഗം കാരണമായി തീരാൻ. അതോടുകൂടെ ആ രോഗം ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് മാറാൻ. കാരണം പല സമയത്തും അനുഗ്രഹങ്ങളെക്കാൾ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്നത് പ്രതിസന്ധികളിലാണ്. അനുഗ്രഹങ്ങൾ പല സമയത്തും അത് പരീക്ഷണമായിട്ട് നമ്മൾ കാണാറില്ല. അതുതന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഓരോന്ന് ആസ്വദിക്കുന്ന സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്ദി പറയുക, അല്ലെങ്കിൽ നന്ദിയുള്ളവരാവുക. പല സമയത്തും ഇപ്പോൾ നമ്മൾ ഒരു കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു വെയിലിൽ നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് നടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് കാണുന്ന സമയത്ത് ഒരു അൽഹംദുലില്ലാ, അതല്ലെങ്കിൽ പലതും ലോകത്തുള്ള പല കാഴ്ചകളും. ഈ ഒരു ഹിദായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ച ഇസ്ലാം. പല സമയത്തും
മറ്റുള്ള ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം നിരവധി അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പലതും കാണുന്ന സമയത്ത് ഒരു അൽഹംദുലില്ലാ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കാതെ തന്നെ ആ നൽകിയ വലിയ അനുഗ്രഹം, ഇസ്ലാമാകുന്ന അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പം അതിന് നന്ദിയുള്ളവരാവുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി പറയുക. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അത് കണ്ട് അതിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.